സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞുതരും. പക്ഷേ സൺസ്ക്രീൻ എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് റീഅപ്ലൈ ചെയ്യാമെന്നുള്ളത് ഇന്ന് ഞാൻ പറഞ്ഞു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. സൺസ്ക്രീൻ ആപ്ലിക്കേഷനെ കുറിച്ചും എങ്ങനെയാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ദി ബെസ്റ്റ് സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്നതെന്നുള്ളതും ബാക്കി സൺസ്ക്രീൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സോൾലി സംസാരിക്കാൻ പോകുന്നത് സൺസ്ക്രീൻ റീഅപ്ലിക്കേഷനെ കുറിച്ചാണ്. നിങ്ങളിൽ പലരും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, പക്ഷേ നിങ്ങളിൽ എത്ര പേര് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാറുണ്ട്? സൺസ്ക്രീൻ നമ്മൾ രാവിലെ ഒരു തവണ ഇട്ടിട്ട് പോയാൽ മതിയാവുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. ബിക്കോസ് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് എവറി 2 to 3 hours നമ്മൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. ദാറ്റ് സ്പ്രേ സൺസ്ക്രീൻ, പൗഡർ സൺസ്ക്രീൻ, കോമ്പാക്ട് സൺസ്ക്രീൻ, സ്റ്റിക്ക് സൺസ്ക്രീൻസ്, ഈ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് സൺസ്ക്രീൻസ് റീഅപ്ലിക്കേഷൻ പേർപ്പസിന് വേണ്ടി തന്നെ ഇറക്കിയിരിക്കുന്ന സൺസ്ക്രീൻസ് ആണ് ഇതൊക്കെ. ഇനി ഇതൊന്നും ഇല്ലയെന്ന് വെച്ചാൽ ടെൻഷൻ ആവട്ടെ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന നോർമൽ ക്രീമോ ജെൽ സൺസ്ക്രീൻ തന്നെ റീഅപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വിത്തൗട്ട് മേക്കപ്പ് ഉള്ളപ്പം എങ്ങനെയാണ് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ പുറത്താണ്, ഭയങ്കര ചൂടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫേസ് ഭയങ്കര സ്വെറ്റി ആയിരിക്കും, വേർത്തിട്ടുണ്ടാവും, ചിലപ്പോൾ പൊടി ഉണ്ടാവും. സോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മേക്കപ്പ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ട് ടിഷ്യൂ കൊണ്ടോ ടവലോ കൊണ്ടോ ഒന്ന് ഒപ്പിയെടുക്കുക. സോ ആ സ്വെറ്റും ഡേർട്ടും ഒക്കെ നമുക്ക് കുറച്ചൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇഫ് നോട്ട് ജസ്റ്റ് വെള്ളം കൊണ്ട് മുഖം ഒന്ന് വാഷ് ചെയ്യുക. ആണുങ്ങൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. പ്ലീസ് ഡു റീഅപ്ലൈ യുവർ സൺസ്ക്രീൻസ്. ഇനി നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാം? നിങ്ങൾ രാവിലെ ഏത് സൺസ്ക്രീൻ ആണ് ഇട്ടത് ആ ഒരു സൺസ്ക്രീൻ തന്നെ എടുക്കുക. എന്നിട്ട് കുറച്ച് ബാക്ക് ഓഫ് ദി ഹാൻഡ്സ് എടുക്കുക. ദാറ്റ് ഇസ് ഒരു അഡിക്വേറ്റ് എമൗണ്ട്. നമ്മൾ എത്രയാണോ രാവിലെ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു പൗഡർ പഫോ മേക്കപ്പ് ബ്ലെൻഡർ ഓർ ബ്യൂട്ടി സ്പോഞ്ച് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൺസ്ക്രീൻ എടുക്കുക നമ്മൾ ഇതിലോട്ട്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാൻ പറ്റും ഓവർ മേക്കപ്പ്. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ മേക്കപ്പ് അധികം ഡിസ്റ്റർബ് ആവുകയില്ല. സോ എഗെയിൻ ആസ് ഐ സെഡ്, സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സ്വെറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. ഒരു ടിഷ്യൂ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലോട്ട് ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്വെറ്റും ഡേർട്ടൊക്കെ കുറച്ചൊന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം സൺസ്ക്രീൻ ഇതുപോലെ റീഅപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളും എന്നെപ്പോലെ ഒരു മടിയനോ ഒക്കെ ആണ്, എനിക്ക് ഇത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടാൻ വയ്യ, എനിക്കൊരു ക്വിക്ക് ഫിക്സ് വേണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഐ ഹാവ് എ സൊല്യൂഷൻ ഫോർ യു. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇതുപോലത്തെ പൗഡർ സൺസ്ക്രീൻ. ഇതിപ്പോൾ ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നൊരു പൗഡർ സൺസ്ക്രീൻ ആട്ടോ. അല്ലാതെ കോമ്പാക്ട് ഫോമിലും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ളൊരു പൗഡർ സൺസ്ക്രീൻ ആണ്. സോ നമുക്ക് അധികം ഹാസിലൊന്നുമില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു മിറർ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പൗഡർ സൺസ്ക്രീൻസ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് സ്കിന്നിനെ മാറ്റിഫൈ ചെയ്യാനും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ഇത് അങ്ങനെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആവാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. സോ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ ഒരു കോമ്പാക്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോമ്പാക്ട് സൺസ്ക്രീൻസ് അധികം ഷെയ്ഡ് റേഞ്ചസ് അവൈലബിൾ ആയിരിക്കില്ല. സോ നിങ്ങളുടെ ഒരു ഷെയ്ഡ് കിട്ടിയില്ല എന്നാണെങ്കിൽ കുറച്ചൊരു ഗ്രേയിഷ് ഓർ കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് വരുന്ന പോലെ ഒരു എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ കുറച്ച് ലൈറ്റർ ഷെയ്ഡ്സ് ഓഫ് കോമ്പാക്ട് അപ്ലൈ ചെയ്ത് എങ്ങനെ ഉണ്ടാവും, ആ ഒരു പ്രോബ്ലം ചിലപ്പോൾ ഉണ്ടാവാം. ഇതിന് ആ ഒരു പ്രോബ്ലം ഇല്ല, ബിക്കോസ് ഇത് ലൈറ്റ്ലി ഡസ്റ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് എത്ര പ്രൊട്ടക്ഷൻ തരും എന്നുള്ളതിൽ ഐ ഡൗട്ട്. ബട്ട് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാത്തതിലും ഭേദമാണ് ഇതുപോലെ ഒരു കോമ്പാക്ട് ഓർ ഒരു പൗഡർ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇതുപോലത്തെ സ്റ്റിക്ക് സൺസ്ക്രീൻ. ഇത് ഇതുപോലെ സ്റ്റിക്ക് ഫോമാറ്റിൽ വരുന്നതുകൊണ്ട് നമുക്കിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ദി പ്രോബ്ലം വിത്ത് ദിസ് ഇസ്, ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, ദിസ് ഇസ് ഓൾറെഡി ബ്രോക്കൺ ആൻഡ് ഇത് കുറച്ച് ഡ്രൈ, ഒരു കട്ട പിടിച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ. സോ ഐ ആം നോട്ട് എ ഫാൻ ഓഫ് ദീസ് കൈൻഡ് ഓഫ് സ്റ്റിക്ക് സൺസ്ക്രീൻസ് ഐ വുഡ് സേ. പിന്നെ ഇത് മേക്കപ്പിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ പുള്ള് ചെയ്യാൻ നേരത്ത് ഇത് കുറച്ച് മേക്കപ്പിനെ റിമൂവ് ചെയ്യും കേട്ടോ. സോ ദാറ്റ് ഈസ് ഓൾസോ ലൈക്ക് എ പ്രോബ്ലം. അതുകൊണ്ട് ഐ ഡു നോട്ട് പ്രിഫർ ദീസ് കൈൻഡ് ഓഫ് സ്റ്റിക്ക് സൺസ്ക്രീൻസ് മച്ച്. പക്ഷെ നിങ്ങൾക്കൊരു ഡ്രൈ സ്കിൻ ഓർ ഒരു നോർമൽ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ആൻഡ് ഇഫ് യു ഡു നോട്ട് വെയർ മേക്കപ്പ്, സൺസ്ക്രീൻ നോർമലി റീഅപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ ദീസ് കൈൻഡ് ഓഫ് സ്റ്റിക്ക് സൺസ്ക്രീൻ. നെക്സ്റ്റ്, എൻ്റെ ഫേവറേറ്റ് മെത്തേഡ് ഓഫ് സൺസ്ക്രീൻ റീഅപ്ലിക്കേഷൻ ഈസ് ടു യൂസ് എ സ്പ്രേ സൺസ്ക്രീൻ. ഇതുപോലത്തെ സ്പ്രേ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഇത് എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ബിക്കോസ് ദിസ് ഇസ് വെരി വെരി ഈസി. മേക്കപ്പ് ഉണ്ടെങ്കിലോ മേക്കപ്പ് ഇല്ലെങ്കിലോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സൺസ്ക്രീൻ സ്പ്രേസ് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുക ആൻഡ് സ്പ്രെഡ്സ്. ഡൺ. സിമ്പിൾ ആസ് ദാറ്റ്.
ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാനും പറ്റും. അധികം സമയം എടുക്കില്ല, നമ്മുടെ മേക്കപ്പിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഹാസിൽ ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻ റീഅപ്ലിക്കേഷൻ മെത്തേഡാണ് ഇതുപോലത്തെ സ്പ്രേ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നത്. ഇത് 52 സൺഡേസിൻ്റെ സൺസ്ക്രീൻ സ്പ്രേ ആണ്. ഞാൻ ആക്ച്വലി എർത്ത് റിതമിൻ്റെ സൺസ്ക്രീൻ സ്പ്രേയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിന് കുറച്ചൊരു ഫ്രേഗ്രൻസും ആൽക്കഹോളൊക്കെ ഉണ്ട്. സോ അത് ഞാൻ ഫേസിൽ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബോഡിക്ക് ഞാൻ അത് യൂസ് ചെയ്യും. ആൻഡ് ഫോർ ഫേസ് ഐ യൂസ് ദിസ് വൺ. സോ ഐ വുഡ് സേ ദിസ് ഇസ് ദി ബെസ്റ്റ് മെത്തേഡ് ടു റീഅപ്ലൈ യുവർ സൺസ്ക്രീൻ. ഒന്നുകൂടെ സമ്മപ്പ് ചെയ്ത് പറയുകയാണ്, എവറി 2 to 3 hours സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാൻ മറക്കരുത്. ആൻഡ് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസിലെ സ്വെറ്റും ഡേർട്ടും ഒക്കെ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ ഉണ്ടോ ടവലുണ്ടോ ജസ്റ്റ് ഒന്ന് ഒപ്പിയിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സും എസെൻഷ്യൽസും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും